പ്രിയ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. നമ്മുടെ നാടുകളിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും, പക്ഷേ അവ രാത്രി ഓണാക്കാത്തത് കൊണ്ട് കത്താറുമില്ല. ചിലപ്പോൾ രാവിലെ ഓഫാക്കാത്തത് കൊണ്ട് നിരന്തരം കത്തി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ട് രാത്രി ഓട്ടോമാറ്റിക്കായി ഓണാവുകയും രാവിലെ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പ്രധാനമായിട്ടുമുള്ള ഒരു സെൻസറാണ് LDR അഥവാ ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സെൻസർ. ഈ ഒരു സെൻസർ മുഖേനയാണ് ഈ ഒരു സർക്യൂട്ട് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമായ വസ്തുക്കൾ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ട സർക്യൂട്ട് ഡയഗ്രത്തിനനുസരിച്ച് ഈ ഒരു സർക്യൂട്ട് ബോർഡിലേക്ക് അവയെല്ലാം സോൾഡറിങ് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു ബോക്സ് എടുക്കാം. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സർക്യൂട്ട് ബോർഡ് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നാം ഉണ്ടാക്കിയ ഹോൾസിലൂടെ ഈ ഒരു വയർ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഈ ഒരു 6 വയറും പുറത്തേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഈ ഒരു അടപ്പ് അടച്ചു കൊടുക്കാം. തുടർന്ന് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ബോർഡിനെ മാറ്റിയെടുക്കാം. ഈ ഒരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് കൊണ്ട് റോഡ് പോലെ തോന്നിക്കുന്ന ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഞാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ട്രീറ്റ് പോസ്റ്റുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതുപോലെയുള്ള സ്ട്രോകളാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇത്തരത്തിലൊരു സ്ട്രോ എടുത്തുകൊണ്ട് അതിനെ ഒരു സാധാ ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു പശ എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതുപോലുള്ള ഒരു 5 സ്ട്രീറ്റ് പോസ്റ്റുകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. തുടർന്ന് ആ ഒരു സ്ട്രീറ്റ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു 5 നിർമ്മിതി കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു നീളമുള്ള ഒരു സ്ട്രീറ്റ് പോസ്റ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ചെറിയൊരു ഭാഗം വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു 5 എണ്ണം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച LED ലൈറ്റുകൾ ഇതുപോലെ വയറുമായിട്ട് ജോയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു 10 എണ്ണം ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ ഒരു 10 കട്ടിങ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു LED ലൈറ്റ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരു 90 ഡിഗ്രി ആയിട്ട് ഈ ഒരു LED ലൈറ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു പേപ്പർ കട്ടിങ്സ് എടുക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് സെൻറ്ററിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഹോൾസിലൂടെ ഈ ഒരു LED ലൈറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു 10 എണ്ണം ഞാനിവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നിർമ്മിച്ചു വെച്ച ഈ ഒരു സ്ട്രീറ്റ് പോസ്റ്റ് ഈ ഒരു റോഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു 5 ഹോൾസ് നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഈ ഒരു രീതിയിൽ 5 പോസ്റ്റുകൾ നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച ഇതേപോലുള്ള ട്യൂബ് എടുക്കുക. തുടർന്ന് ഒരു LEDയും എടുക്കുക. ഇതിൻ്റെ ഒരു LEDയുടെ വയർ ഒരു അറ്റത്തിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഒരു സെൻറ്റർ പൊസിഷനിലൂടെ പുറത്തേക്ക് ഇടുക. അതേപോലെ രണ്ടാമതൊരു LED എടുക്കുക. അതിൻ്റെ വയറും ഓപ്പോസിറ്റ് സൈഡിലൂടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് സെൻറ്റർ പൊസിഷനിലൂടെ പുറത്തേക്ക് ഇടുക.
എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവുന്ന പോലെ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ഈ ഒരു 5 എണ്ണവും സ്ട്രീറ്റ് ലൈറ്റിനെ പോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നാം എടുത്തു വെച്ച ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുകൾ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു LED വയറുകൾ ഈ ഒരു ട്യൂബിൻ്റെ ഹോൾസിലൂടെ അകത്തേക്ക് ഇടുക. ഈ രീതിയിൽ ഉറപ്പിച്ചെടുക്കുക. അങ്ങനെ 5ഉം ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു റോഡിൻ്റെ മിനിയേച്ചർ രൂപം ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഈ ഒരു റോഡിൻ്റെ മിനിയേച്ചർ രൂപത്തെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു സർക്യൂട്ടിലെ LDR ഇതുപോലെയുള്ള ഒരു ട്യൂബിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഈ ഒരു രീതിയിൽ ആ ഒരു ട്യൂബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു LDR നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു LDR ഘടിപ്പിച്ച ഒരു ട്യൂബ് ഈ ഒരു റോഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ LDRനെ മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിലെ വയറുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു LED ലൈറ്റിൻ്റെ വയറുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനാദ്യമായിട്ട് ഇതിലെ പോസിറ്റീവ് വശങ്ങളെല്ലാം ഒരു പൊസിഷനിലും നെഗറ്റീവ് വശങ്ങളെല്ലാം ഒരു പൊസിഷനിലുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഈ ഒരു സർക്യൂട്ട് ബോർഡ് എടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഒരു 9 വാൾട്ടിൻ്റെ ബാറ്ററി അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക് ഈ ഒരു LED-യുടെയും അതുപോലെ തന്നെ LDR-യുടെയും അതുപോലെ തന്നെ ബാറ്ററിയുടെയും വയറുകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നിർമ്മിച്ച ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾ കാണുന്നുണ്ടാകും രാത്രി ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഓൺ ആകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാകും. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വെളിച്ചം വരുമ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ആവുന്നതായിട്ടും നമുക്ക് ശ്രദ്ധയിൽപ്പെടാം. നമുക്കിവിടെ കാണാം ഈ ഒരു LDR-നെ ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ മറച്ചു പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് LED ബൾബുകൾ കത്തുന്നത് കാണാം. ഈ ഒരു കൈ വിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓഫ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് വർക്കാവുന്നതിൻ്റെ പ്രധാന കാരണം നാം ഇവിടെ സ്ഥാപിച്ച ഒരു LDR മുഖേനയാണ്. ഈ ഒരു LDR ലൈറ്റ് തട്ടുമ്പോൾ ഇത് സെൻസ് ചെയ്യുകയും ആ ഒരു സമയത്ത് LED ബൾബുകൾ ഓഫ് ആവുകയും ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു LDR സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓൺ ആവുകയും ആണ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ